ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സിമ്പിളായിട്ടുള്ള ക്യാരറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് വെച്ചേ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. നമുക്ക് ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാനായി നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ എഗ്ഗിൻ്റെ വൈറ്റ് എടുത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഗൈസ് ഇതേപോലെ ബബിൾ വന്നവരെ നമ്മളിങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 5 മിനിറ്റാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് 1/2 കപ്പ് പഞ്ചസാര നമ്മളൊന്ന് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. പഞ്ചസാര പൊടിച്ചാണ് കേട്ടോ ഗൈസ്. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ബീറ്റ് ചെയ്തൊന്ന് എടുക്കണം ഗൈസ്. അപ്പോൾ കുറേച്ചായിട്ട് നമ്മളൊന്ന് പഞ്ചസാരൻ്റെ പൊടി ഇട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നമുക്ക് ആ സൈഡിലുള്ളതൊക്കെ ഒന്ന് വടിച്ച് ആ മിക്സിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം. സൈഡിൽ അല്ലെങ്കിൽ പറ്റിപ്പിടിച്ചിരിക്കും. ഇനി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ പാത്രങ്ങൾ എടുക്കുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള പാത്രം എടുക്കണം. ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ഈ മുട്ടേൻ്റെ മഞ്ഞ എടുക്കണം. നമുക്ക് അതിനകത്തേക്ക് ഇത്തിരി വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കണം ഗൈസ്. ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ് ഗൈസ് അപ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ടത് ഗൈസ്. ഇനി 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് ഈ മിക്സിലേക്ക് തന്നെ നമ്മൾ 6 ടേബിൾ സ്പൂൺ പാലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ മുട്ടേൻ്റെ വൈറ്റ് അതൊക്കെ ഉള്ളത് നമ്മൾ ഈ എഗ്ഗിൻ്റെ യോക്ക് ഒഴിച്ച മിക്സ് ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഗൈസ് അപ്പോൾ നമ്മൾ ഇത് 1 മിനിറ്റ് നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കാണാം. ഇനി നമ്മൾക്ക് 3/4 കപ്പ് മൈദപ്പൊടി എടുക്കുക. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്തിട്ട് മെല്ലെ കട്ടിംഗ് ഫോൾഡ് മെത്തേഡ് ഇളക്കുക, കൂട്ടി യോജിപ്പിക്കുക. നമ്മൾക്ക് മൈദപ്പൊടിയും കോൺഫ്ലോറും ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മെല്ലെ ഇളക്കി യോജിപ്പിക്കുക. ഈ സമയം നമ്മൾക്ക് സ്റ്റൗവിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം 10 മിനിറ്റ്. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ ക്യാരറ്റ് കുനുകുന അരിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഇടണം. അപ്പോൾ ഇതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യുക. പിന്നെ ഡേറ്റ്സ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ മൈദപ്പൊടി 2 ടീസ്പൂൺ ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മിക്സ്ചറിലേക്ക് നമുക്ക് ഈ ക്യാരറ്റിൻ്റെ മിക്സ്ചർ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് പയ്യെ ഇങ്ങനെ ഒന്ന് ഇളക്കിളക്കൊന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്കിങ്ങനെ കേക്കിൻ്റെ ബേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പാത്രം എടുക്കണം. അതിനകത്ത് നമ്മൾ ബട്ടർ പേപ്പറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിക്സ് ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഗൈസ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അടിയിൽ ബട്ടർ പേപ്പർ വെക്കണം കേട്ടോ ഗൈസ്. ഇല്ലെങ്കിൽ നമുക്ക് കേക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മിക്സ്ചർ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബബിൾസ് പോകാൻ വേണ്ടി നമുക്ക് 2-3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചതിലേക്ക് നമുക്ക് ആ കേക്കിൻ്റെ ഇതൊന്ന് വെച്ച് കൊടുക്കണം. പതിയെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് മൂടി വെക്കണം. അപ്പോൾ ഗൈസ് 40-45 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം, ആയാന്ന് നോക്കാം. അതിനിടെ നമുക്ക് ഒരു കമ്പ് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. അതിനകത്ത് പറ്റി പിടിച്ചിരിക്കണമെങ്കിൽ അതിപ്പോൾ പറ്റി പിടിച്ചിരിക്കണില്ല. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കണം, ഒന്ന് പൊക്കി എടുക്കാം. അപ്പോൾ ഗൈസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കേക്ക് എടുക്കാം.
കാണുമ്പോൾ തന്നെ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യടാ. അപ്പോൾ ഗൈസ് നമ്മുടെ കേക്കിൻ്റെ ബട്ടർ പേപ്പർ ഇങ്ങനെ ഊരി എടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ ഇതിനകത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അടിപൊളി. ആയ് നല്ല സോഫ്റ്റ് കേക്കാണ് ഗൈസ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കിനി കേക്ക് മുറിച്ചൊന്ന് കഴിച്ച് നോക്കാം. ടേസ്റ്റ് ഉണ്ടാകുന്ന നമുക്ക് നോക്കാം. നമ്മൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ കേക്ക് ഒന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുക്കുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ബൈ.